അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇവിടെ സഹോദരൻ കബീർ കോയക്കുട്ടി ആലപ്പുഴ ചോദിച്ചിരിക്കുന്നത്, കുനൂത്ത് ഓതുന്ന പള്ളികളിൽ അവർ കുനൂത്ത് മറന്നു പോകുമ്പോൾ സഹുവിൻ്റെ സുജൂത്ത് ചെയ്യുന്നു. അപ്പോൾ കുനൂത്ത് ഓതാത്ത നമ്മൾ ആ സുജൂത്ത് ചെയ്യണോ? നാം അപ്പോൾ എന്ത് ചെയ്യണം എന്നാണ് ചോദ്യം. ഇവിടെ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്, കുനൂത്ത് ഓതുന്ന ഇമാമാണെങ്കിൽ മഅ്മൂമുകളും കുനൂത്ത് ഓതണം. അതായത് ഇമാമ് പിന്തുടരപ്പെടാനുള്ള വ്യക്തിയാണ്, ഇമാമൻ അതിനു വേണ്ടി നിയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഇജ്തിഹാദി ആയിട്ടുള്ളൊരു മസല, അഭിപ്രായ വ്യത്യാസം പണ്ട് മുതലേ ഉള്ളൊരു വിഷയമാണ്. അപ്പം ഇത്തരം കാര്യങ്ങളിൽ ഇമാമ് ഏത് നിലപാടാണോ ആ നിലപാടിലാണ് മഅ്മൂമ് വേണ്ടത്. മഅ്മൂമിൻ്റെ നിലപാടിന് പക്ഷേ കുനൂത്ത് സുബ്ഹിയിൽ ദായമായിട്ട് സുന്നത്തില്ല എന്ന വീക്ഷണമായിരിക്കാം. എന്നിരുന്നാലും ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഇമാമ് ഏത് നിലപാടാണോ ആ നിലപാടിനെ പിന്തുടരുകയാണ് അപ്പോൾ മഅ്മൂമ് ചെയ്യേണ്ടത്. കുനൂത്ത് ഓതാത്ത ഇമാമാണ് വെക്കുക. മഅ്മൂമിൻ്റെ വീക്ഷണത്തിൽ കുനൂത്ത് സുന്നത്തുണ്ട്. എന്നിരുന്നാലും മഅ്മൂമ് കുനൂത്ത് ഓതരുത്. മഅ്മൂമ് കുനൂത്ത് ഓതാതെ ഇമാമിനെ തുടരുകയാണ് വേണ്ടത്. ഈ വിഷയത്തിൽ വ്യക്തമായിട്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ഫത്വ നൽകിയിട്ടുണ്ട്. അതേപോലെ സലഫി പണ്ഡിതൻ, ആധുനിക സലഫി പണ്ഡിതൻ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അവர்களுം ഫത്വ നൽകിയതായിട്ട് കാണാം. മറ്റ് പല ഫത്വകളും ഈ വിഷയത്തിൽ കാണാം. ഖാല ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഫിൽ ഫതാവൽ കുബ്ര, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ഫതാവൽ കുബ്രയിൽ പറയുന്നു, യംബഗി ലിൽ മഅ്മൂമി അൻ യത്ബഅ ഇമാമഹു, മഅ്മൂമിന് ആവശ്യമാണ് അൻ യത്ബഅ ഇമാമഹു, അവൻ്റെ ഇമാമിനെ പിന്തുടരൽ, ഫീമാ യസൂഗു ഫീഹിൽ ഇജ്തിഹാദ്, ഇജ്തിഹാദ് വിശാലമായ വിഷയങ്ങളിൽ, ഫഇദാ ഖനത ഖനത മഅഹു, ഇമാം ഖുനൂത്ത് ഓതിയാൽ മഅ്മൂമും ഖുനൂത്ത് ഓതണം. വഇൻ തറകൽ ഖുനൂത ലം യഖ്നുത്, ഇമാമ ഖുനൂത്ത് ഉപേക്ഷിച്ചാൽ മഅ്മൂമ് ഖുനൂത്ത് ഓതരുത്. ഫഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ ജുഇലൽ ഇമാമു ലിയുതമ്മ ബിഹി, ഇമാമ് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് തുടരപ്പെടാനാണ്, മഅ്മൂമാണ് തുടരേണ്ടത്. വഖാല, മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖ്തലിഫു അലാ അഇമ്മത്തിക്കും, നിങ്ങൾ നിങ്ങളുടെ ഇമാമുകളിൽ നിന്ന് വ്യത്യസ്തരാവരുത്. വസബത അൻഹു ഫി സ്വഹീഹ് അൻഹു ഖാൽ, മാത്രമല്ല സ്വഹീഹ് ആയിട്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, യുസല്ലൂന ലക്കും ഫഇൻ അസാബു ഫലക്കും വലഹും വഇൻ അഖ്തഉ ഫലക്കും വഅലൈഹിം, നിങ്ങൾക്ക് വേണ്ടിയാണ് ഇമാമ് നിൽക്കുന്നത് നിസ്കാരത്തിൽ. അപ്പോൾ ഇമാമ് ശരി പ്രവർത്തിച്ചാൽ നിങ്ങൾക്കുള്ളതാണ്, അവർക്കുള്ളതാണ്. തെറ്റ് പ്രവർത്തിച്ചാലോ നിങ്ങൾക്ക് നിങ്ങളുടെ, അവർക്ക് മേലെന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ മേൽ. അലാ തറ അന്നൽ ഇമാമ ലൗ ഖറഅ ഫിൽ അഖീറത്തൈനി ബി സൂറത്തിൻ മഅൽ ഫാത്തിഹത്തി വതവ്വലഹുമാ അലൽ ഊലൈനി ലവജബത മുതാബഅതുഹു ഫി ദാലിക്, അതായത് അവസാനത്തെ 4 റക്അത്തുകളിൽ, 4 റക്അത്തുള്ള നിസ്കാരങ്ങളിൽ അവസാനത്തെ 2 റക്അത്തിൽ ഫാത്തിഹ സൂറത്തിൻ്റെ കൂടെ ഒരു സൂറത്ത് കൂടി ഒരു ഇമാം ഓതി എന്നിട്ട് ദീർഘിപ്പിക്കുകയും ചെയ്തു, ദീർഘിച്ച് സൂറത്ത് ഓതി നിൽക്കുക എങ്കിൽ മഅ്മൂമ് അയാളെ പിന്തുടരൽ നിർബന്ധമല്ലേ? അതേപോലെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അവരുടെ ഫത്വയിൽ കാണാം, അമ്മൻ യുസല്ലി ഖൽഫ ഇമാമിൻ യഖ്നുതു ഫിൽ ഫജ്ർ ഹൽ യുതാബിഉഹു വയർഫഉ യദൈഹി വയഅമ്മിനു മഅഹു അം ലാ, ഇതായിരുന്നു ചോദ്യം. അതായത് ഫജ്ർ നിസ്കാരത്തിൽ ഖുനൂത്ത് ഓതുന്ന ഇമാമിനെ പിന്തുടരുമ്പോൾ അയാളെ പിന്തുടർന്ന് ഖുനൂത്ത് ഓതി കൈ ഉയർത്തിയിട്ട് കൈ ഉയർത്തി അയാളെ പിന്തുടരണോ, എന്നിട്ട് ആമീൻ പറയണോ എന്ന് ഇമാമിൻ്റെ ഖുനൂത്തിന്. ഖാല റഹിമഹുല്ലാഹു തആല, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നു, അൽ ജവാബു അൻ നഖൂല, ഇതിൻ്റെ മറുപടി ഇങ്ങനെയാണ് നാം പറയുന്നത്, ബൽ യുഅമ്മിനു അലാ ദുആഇൽ ഇമാമി, ഇമാമിൻ്റെ ദുആഇന്, അതായത് ഖുനൂത്തിന് മഅ്മൂം ആമീൻ പറയണം. വയർഫഉ യദൈഹി, അവൻ 2 കൈകളും ഉയർത്തുകയും ചെയ്യണം. തബഅൻ ലിൽ ഇമാമി, ഇമാമിനെ പിന്തുടർന്നുകൊണ്ട്, ഖൗഫൻ മിനൽ മുഖാലഫത്തി, എതിരാകൽ ഭയക്കുന്നതിന് വേണ്ടി. വഖദ് നസ്സുൽ ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് നസ്സായിട്ട് പറഞ്ഞിരിക്കുന്നു, അല എന്തിന്മേൽ, അന്ന റജുല യതമ്മ ബിറജുലിൻ യഖ്നുതു ഫി സ്വലാത്തിൽ ഫജ്ർ, ഫജ്ർ നിസ്കാരത്തിൽ ഖുനൂത്ത് ഓതുന്ന ഒരു ഇമാമുമായിട്ട് തുടരുന്ന ഒരു ആൾ, ഫഇന്നഹു യുതാബിഉഹു, അയാൾ ഇമാമിനെ പിന്തുടരണം, വയുഅമ്മിനു അലാ ദുആഇഹി, ഇമാമിൻ്റെ ഖുനൂത്തിന് ആമീൻ പറയുകയും വേണം. മാ അന്നൽ ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ്, ഇത് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് ഇത് പറഞ്ഞത് എന്തോടൊപ്പമാണ്? അദ്ദേഹത്തിൻ്റെ വീക്ഷണം എന്താണ്? ലാ യറ മശ്റൂഇയ്യത്തൽ ഖുനൂത്ത് ഫി സ്വലാത്തിൽ ഫജ്ർ ഫിൽ മഷ്ഹൂരി അൻഹു, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹിൽ നിന്നുള്ള പ്രസിദ്ധമായിട്ടുള്ള വീക്ഷണ പ്രകാരം ഫജ്റിലെ ഖുനൂത്ത് ഷറാക്കപ്പെട്ടതല്ല. എന്നിട്ട് പോലും
കുനൂത്ത് ഓതുന്ന ഇമാമാണെങ്കിൽ ഇമാമിനെ തുടരുന്ന മഅ്മൂമ് കുനൂത്ത് ഓതണം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ കുനൂത്തിന് ആമീൻ പറയണമെന്നാണ്. ലാക്കിന്നഹു റഹ്മഹുല്ലാഹ് റഖസ ഫി ദാലിക്. എന്നാൽ ഈ കാര്യത്തിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുല്ലാഹ് ഇളവ് നൽകിയിരിക്കുകയാണ്. അതായത് ഫി മുതാബഅത്തിൽ ഇമാമില്ലദി യഖ്നുതു ഫി സ്വലാത്തിൽ ഫജ്ർ നിസ്കാരത്തിൽ ഖുനൂത്ത് ഓതുന്ന ഇമാമിനെ തുടരുന്ന വിഷയത്തിൽ ഖൗഫൻ മിനൽ ഖിലാഫി അല്ലദി ഖദ് യഹ്ദുസു മഅഹു ഇഖ്തിലാഫിൽ ഖുലൂബി. കാരണം ഹൃദയങ്ങൾ ഭിന്നിപ്പിലാകുന്ന ആ വിഷയം, അതിൽ നിന്ന് ഒഴിവാകലിന് വേണ്ടിയിട്ട്, അത് ഭിന്നിപ്പ് ഭയന്നതുകൊണ്ട് സഹാബാക്കളിൽ നിന്ന് ഇത്തരം നിലപാടാണ് വന്നിട്ടുള്ളത്. അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഫി ആഖിർ ഖിലാഫത്തിഹി. കാരണം ഒരു ഉദാഹരണം പറയണേ, അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ അവസാനം കാന യതിമ്മു സ്വലാത്ത ഫി മിനാ ഫിൽ ഹജ്ജ്. ഹജ്ജിൽ മിനയിൽ നിസ്കാരം പൂർത്തിയായിട്ട് 4 റക്അത്തായിട്ട് നിസ്കരിച്ചിരുന്നു, അതായത് ഖസ്റാക്കാതെ. അങ്കർ അലൈഹിം അൻ അങ്കറ മിന സ്വഹാബ. സഹാബാക്കളിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഈ നടപടി ഇഷ്ടപ്പെടാത്ത കുറെ പേരുണ്ടായിരുന്നു. ലാക്കിന്നഹും കാനു യതാബിഊനഹു വയതിമുന സ്വലാഹ്. പക്ഷെ എന്നിരുന്നാലും ഇമാം എന്ന നിലയിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ അവർ പിന്തുടരുകയും സ്വലാത്ത് നിസ്കാരം പൂർത്തിയായി നിസ്കരിക്കുകയും ചെയ്തിരുന്നു. ജസാക്കുമുല്ലാഹു ഖൈറൻ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.